ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുവാനാകട്ടെ. ദഹനത്തെ ബാധിക്കുന്ന വിവിധ ജീവിത കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസം വർഗീസേട്ടൻ ആവശ്യപ്പെട്ടത് ഈ എപ്പിജനറ്റിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് കൂടെ പറയണമെന്നാണ്. അപ്പോ എപ്പിജനറ്റിക്സിനെ വിട്ടിട്ട് വർഗീസേട്ടന് ഒരു കളിയില്ല, അതുകൊണ്ട് അതും കൂടെ പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് എനിക്ക് നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല, റെഫറൻസ് വഴിയാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: എപ്പിജനറ്റിക് ഇൻഫ്ലുവൻസസ് ഓൺ digestion ഷോ ടെറൈൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓവർറൈഡ് ജനറ്റിക് റിസ്ക്. ദഹനത്തിലെ എപ്പിജനറ്റിക് സ്വാധീനങ്ങൾ. ജനിതക സ്വാധീനം എന്നാൽ പാരമ്പര്യമായി ലഭിക്കുന്ന സവിശേഷതകളാൽ ഉണ്ടാകുന്ന സംവേദനക്ഷമതയാണ് എന്നതല്ലാതെ അത് മാറ്റമില്ലാത്തൊരു വിധിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീനുകൾ ശരീരം എങ്ങനെ പ്രതികരിക്കണമെന്ന് നിർണയം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം രോഗമുണ്ടാകുന്നില്ല. പ്രതിരോധശേഷി, വിഷാംശം പുറന്തള്ളാനുള്ള ശേഷി, എൻസൈമുകൾ, ശ്ലേഷ്മസ്തരത്തിന്റെ ഫലം, വീക്കം, കുടലിൽ വസിക്കുന്ന സൂക്ഷ്മജീവികൾ എന്നിവയെയെല്ലാം ജനിതക ഘടന സ്വാധീനിക്കുന്നുണ്ട്. pH, ധാതുക്കൾ, സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥ, ചൈതന്യം എന്നിവയുൾപ്പെടെ ശരീരത്തിലുള്ള സാഹചര്യങ്ങൾ അഥവാ ടെറൈൻ ദുർബലമാവുകയും നിയന്ത്രണങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. ജീനുകൾ തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നുവെങ്കിലും ആന്തരിക സാഹചര്യങ്ങളാണ് കാഞ്ചി വലിക്കുന്നത്. ദുർബലമായ ആന്തരിക സാഹചര്യം ദോഷകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ലീക്കി ഗട്ട്, വീക്കം, മറ്റ് രോഗലക്ഷണങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ജീനുകളെക്കാൾ ഉപരിയായി ചുറ്റുപാടുകൾ, ഭക്ഷണം, സമ്മർദ്ദം, ജീവിതശൈലി എന്നിവയാണ് ആന്തരിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഈ ഘടകങ്ങൾ എങ്ങനെയാണ് ജീനുകളെ പ്രവർത്തിപ്പിക്കുകയോ നിർത്തുകയോ ചെയ്യുന്നതെന്ന് എപ്പിജനറ്റിക്സ് വിശദീകരിക്കുന്നു. ജീനുകൾ രൂപകൽപ്പന ചെയ്ത രോഗസാധ്യതകളെ അതിജീവിക്കാൻ ആന്തരിക സാഹചര്യങ്ങളെ സംശുദ്ധമാക്കിയാൽ മതിയെന്ന് സാരം. അപ്പോ എനിക്ക് ബോധ്യമായ കുറച്ച് കാര്യങ്ങളെ ഞാൻ അവതരിപ്പിക്കാം. വിട്ടുപോയ കാര്യങ്ങൾ വർഗീസേട്ടനതിനു ശേഷം ഓക്കെ, വർഗീസേട്ടൻ വരട്ടെ, നമുക്ക് തുടരാം. ഈ ജനിതകം എന്നുള്ള കാര്യം ആധുനിക ശാസ്ത്രം വളരെ പ്രസക്തമായിട്ട് ഒരു ജീവിയുടെ പ്രവർത്തനത്തിൽ വളരെയധികം പ്രസക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ജനിതകം എന്ന് പറയുമ്പോൾ കോശങ്ങൾക്കകത്ത് എങ്ങനെ ഈ കോശം ഒരു ജൈവ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് കാര്യം എഴുതി വെച്ചിട്ടുള്ള സംവിധാനമാണ് ഈ DNA എന്ന് പറയുന്നത്. അതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഭാഗമാണ് RNA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്നുള്ളത് ജൈവതയുടെ കോപ്പിയെടുക്കലാണ്. നമ്മൾ പറയാറുണ്ട് ഈ സ്വയം വംശീയതയാണ് പ്രജനനം എന്ന്. ഒരു ജീവി അതിന്റെ വംശത്തെ, അതിന്റെ പകർപ്പുകളെ ഉരുവാക്കുന്നതാണ് പ്രജനനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പകരുന്ന സമയത്ത് എന്താണ് പകരുന്നത്, ഇവിടെ എന്തൊക്കെ പകരണം എന്നുള്ള കാര്യത്തിന്റെ ആട്രിബ്യൂട്ടഡ് ലിസ്റ്റാണ് ഈ DNA എന്ന് പറയുന്നത്. അപ്പൊ DNA-യിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ ഒരു ജീവിയുടെ ജീവിതം ജനിതകത്താൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പൊതുവെയുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാട്. എങ്ങനെ, അതായത് ഈ കോശത്തിൽ നിന്നും ഈ ജീവിയുടെ മൊത്തം പ്രവർത്തനത്തെ വരെ സ്വാധീനിക്കുന്ന ഒന്നായി ജനിതക സംവിധാനം മാറുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ ജനിതക സ്വാധീനം എന്നാൽ പാരമ്പര്യമായി ലഭിക്കുന്ന സവിശേഷതകളാൽ ഉണ്ടാകുന്ന സംവേദനക്ഷമതയാണ് എന്നതുകൊണ്ട് തന്നെ അത് മാറ്റമില്ലാത്തൊരു വിധിയല്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ അതൊരു ഫൈനൽ വേർഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ജനിതക സ്വാധീനം എന്നുള്ളത് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ആകാനുള്ള ആന്തരിക ശേഷി ഉള്ളതാണ് എന്നുള്ളത് ശരി. ഈ ആന്തരിക ശേഷി ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കലും അതുകൊണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടായി
ശരീരം ഈ രീതിയിൽ പ്രവർത്തിക്കുള്ളൂ എന്ന് പറയുക വയ്യ. കാരണം ജൈവത എന്ന് പറയുന്നത് അതിന് പൊതുവെ കുറെ നിയമങ്ങളുണ്ട്. ജനിതകത എന്ന് പറയുന്നത് ഒരു പരമ്പരയിലെ ജീവിവർഗങ്ങൾ എങ്ങനെ ജീവിച്ചു വന്നുവോ, എങ്ങനെ പെരുമാറിയോ, എങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ പോയോ ആ പ്രവർത്തനങ്ങളുടെ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേണിന്റെ ആവർത്തനമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ പറയില്ലേ, പരമ്പരയില് അവർക്കെല്ലാം ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇയാൾക്കും ആനപ്പുറത്ത് ഇരിക്കുന്നതിന്റെ തഴമ്പുണ്ടാകും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടാകണമെന്നില്ല എന്നാണ് എപ്പിജനറ്റിക്സ് പറയുന്നത്. എപ്പിജനറ്റിക്സ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അതിജനിതകത എന്നാണ്, അതിജനിതകം എന്നാണ് പറയാം. അപ്പോ ഈ അതിജനിതകം അനുസരിച്ച് ജീനുകൾ ശരീരം എങ്ങനെ പ്രതികരിക്കണമെന്ന് നിർണയം ചെയ്യുന്നു അല്ലെ, അത് നിശ്ചയിക്കുന്നത് ജനിതകമാണ്. പക്ഷെ അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ട് മാത്രം രോഗങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ജനിതകമെല്ലാം വളരെ പെർഫെക്റ്റായി, ഇയാളുടെ ജീവിതശൈലി ശരിയല്ലെങ്കിൽ അവിടെ കൊണ്ട് രോഗം ഉണ്ടാവും. അപ്പോ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള പാറ്റേൺ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് നന്നാക്കാനോ ചീത്തയാക്കാനോ ഈ ജീവിത ശൈലിക്ക് കഴിയും. പ്രതിരോധശേഷി, വിഷാംശം പുറത്താനുള്ള ശേഷി, എൻസൈമുകൾ ഉണ്ടാക്കുന്ന രീതി, ശ്ലേഷ്മസ്തരത്തിന്റെ ബലം, ഈ കുടലുകളിലും ദഹന വ്യൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന വീക്കം, കുടലിൽ വസിക്കുന്ന സൂക്ഷ്മ ജീവികൾ, ഇവയെല്ലാം ജനിതക ഘടന സ്വാധീനിക്കുന്നുണ്ട്. ദഹനത്തിന്റെ മേഖലയിലാണ് പറയുന്നത് കേട്ടോ, മറ്റു കാര്യങ്ങൾ അവിടെ ഇരിക്കണം, നമ്മൾ ദഹനമാണ് ഇവിടെ പ്രസക്തമായിട്ട് പറയുന്നത്. അപ്പോ ഇതിൽ pH വാല്യൂ എന്നുള്ളത്, രക്തത്തിന്റെ pH വാല്യൂ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിന്റെ pH വാല്യൂ എന്നുള്ളത്, അവിടെ ഉണ്ടാവുന്ന ധാതുക്കൾ, അവിടെയുള്ള സൂക്ഷ്മജീവികളുടെ ബാലൻസ് എന്നിവയെല്ലാം, അവയുടെ ചൈതന്യം എന്നിവ ഉൾപ്പെടെ ശരീരത്തിന്റെ സാഹചര്യങ്ങൾ ദുർബലമാവുകയും അവയുടെ മുകളിലുള്ള കൺട്രോൾ പരാജയപ്പെടുകയും ചെയ്യപ്പെടുകയാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. ഇത് തനിയെ ശരിയാക്കാൻ ശരീരത്തിന് കഴിയുന്ന സമയത്ത് ഇതിനെല്ലാം അതിജീവിച്ച് ശരീരം പൊക്കോളും. അപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകത്തില് ഉള്ള ഒരു ടെറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചാത്തലം, ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ടെറൈൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ രോഗം ഉണ്ടാവും. അപ്പൊ ജീൻ എത്ര നന്നായിരുന്നിട്ടും കാര്യത്തിൽ രോഗം ഉണ്ടാവും. ഇനി ജീൻ എത്ര മോശമാണെങ്കിലും ഈ ടെറൈൻ നല്ലതായിരിക്കുന്നുവെങ്കിൽ അവിടെ രോഗങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനും പറ്റും. അതിന് പറയുന്ന ഒരു ഉദാഹരണം, ഇക്കാര്യത്തിൽ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ജീനുകൾ തോക്കിൽ ഉണ്ട നിറച്ചു വെച്ചിട്ടുണ്ട്, കാഞ്ചി വലിക്കണോ വേണ്ടയോ എന്നുള്ളത് സാഹചര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ ജനിതകം തീരുമാനിക്കുന്നു, ഉണ്ട നിറച്ചു വെച്ചിട്ടുണ്ട്, അത് രോഗം വരുത്താനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി വെച്ചു. വരുത്തണോ വേണ്ടയോ എന്നുള്ള ട്രിഗർ ചെയ്യുന്നത് എപ്പിജനറ്റിക്സ് ആണ്, അതായത് സാഹചര്യങ്ങളാണ്. ഈ ദുർബലമായ ആന്തരിക സാഹചര്യം ദോഷകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ലീക്കി കെട്ട്, വീക്കം, മറ്റു രോഗലക്ഷണം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ ദുർബലമായിട്ടുള്ള ഒരു ആന്തരിക സാഹചര്യം ഒരിക്കൽ എന്തുണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ ജീനുകളെക്കാൾ ഉപരിയായി ചുറ്റുപാടുകൾ, ഭക്ഷണം, സമ്മർദ്ദം, ജീവിതശൈലി എന്നിവയാണ് ആന്തരിക സാഹചര്യത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി, നമ്മളെ മനസ്സ് സൂക്ഷിക്കുന്ന രീതി, മനസ്സിന്റെ പ്രവർത്തനത്തിലെ സമ്മർദ്ദം, പിന്നെ അതുപോലെ നമ്മൾ ഈ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് നമ്മുടെ ഇടപെടൽ, അതുവഴിയാണ് നമ്മൾ ഈ ഗട്ട് മൈക്രോബിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ആദ്യം ജീന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ എങ്ങനെ വേണം എന്നുള്ളത് ജീന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. എപ്പിജനറ്റിക്സ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. എന്നുവെച്ചാൽ എപ്പിജനറ്റിക്സ് ആ സാഹചര്യത്തിനനുസരിച്ച് ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കും. അത് 3 തരത്തിലാണ് ആ സ്വാധീനങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, ഈ DNA പൂട്ടിയിടുക എന്നുള്ളൊരു പരിപാടിയാണ്. DNA മെത്തിലേഷൻ എന്ന് പറയും, DNA സൈലന്റ് ആക്കുന്ന ഒരു പരിപാടി. രണ്ടാമത് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ ജീനുകളെ പുതിയുന്ന ഒരു ജീനുകളുടെ ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പി കാണാറുണ്ടല്ലോ, ആ സാധനത്തെ പിടിച്ച് മുറുക്കുക. നമ്മുടെ കയറ് പിരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ ജീൻസിന്റെ ഒക്കെ നൂല് സാധാരണ നൂലിലേക്കാളും കൂടുതൽ പിരിഞ്ഞതായിരിക്കും, അതുകൊണ്ട് അത് മുറുക്കായിരിക്കും, അതിനകത്തേക്ക് വേറെ ഒന്നും കയറുകയൊന്നുമില്ല. അങ്ങനെ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ എന്ന് പറയും. പിന്നെ മൈക്രോ RNA സിഗ്നലിംഗ്, അതായത് ജീനുകളിൽ നിന്നും സന്ദേശങ്ങളെ വെളിയിലേക്ക് പോകുമല്ലോ, ഇത് ഇന്നത് ചെയ്യുന്നുള്ളത്, അത് ഇടയെ വെച്ച് തന്നെ അതിന്റെ ആ മറ്റേ തന്മാത്രകളെ നശിപ്പിക്കുന്ന ഒരു പരിപാടി.
അപ്പൊ ഇങ്ങനെ ഈ പല വിധത്തിലുള്ള ഈ പ്രധാനമായിട്ട് ഈ പറഞ്ഞ മൂന്ന് വിധത്തിൽ, അത് DNA മെഥിലേഷൻ എന്ന് പറയുന്ന ഒന്ന്, അതായത് ജീനുകളെ സൈലന്റ് ആക്കുന്നു, ജീനുകൾ എന്ത് പറയുന്നു എന്നുള്ളത് സൈലന്റ് ആക്കുന്ന ഒരവസ്ഥ. അതിന്റെ മുകളിൽ കയറിയിട്ട് ഈ കുറെ ഘടകങ്ങൾ, ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ സൈലന്റ് ആക്കുന്ന പരിപാടി, അവയ്ക്ക് പ്രസക്തി ഇല്ലാതാകുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ ഈ DNA മുറുക്കം കൂട്ടുന്ന ഒരവസ്ഥ, DNA ആ ഹിസ്റ്റോണിന്റെ മുറുക്കം കൂട്ടുന്ന ഒരവസ്ഥ. അതുപോലെ മുറുക്കം കൂട്ടുന്ന സമയത്ത് അതിനകത്തുള്ള സന്ദേശങ്ങളുമായിട്ട് ഇടപെടാൻ ശരീരത്തിന് കഴിയാതെ വരുന്ന ഒരവസ്ഥ. അപ്പോ അതുപോലെ മൈക്രോ RNA സിഗ്നലിംഗ് എന്ന് പറയുന്നത് ഈ സന്ദേശങ്ങളെ വഴിമധ്യയിൽ നിയന്ത്രിക്കുന്ന ഒരു പരിപാടി, സെൻസറിംഗ് എന്ന ഒരു പരിപാടി, എത്രത്തോളം സന്ദേശങ്ങൾ കൊടുക്കണം എന്നുള്ളത്. അതിപ്പോ ജീവൻ എപ്പോഴും ശ്രദ്ധിക്കുക മിതവ്യയത്തിലാണ്. ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങൾ നടത്താൻ ശരീരം സമ്മതിക്കുന്നില്ലെങ്കിൽ ജീവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരമേ നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് പോവുക എന്നുള്ള രീതിയിൽ ആ ജീവനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ജീവൻ സ്വയം എടുക്കും. അവിടെയാണ് എപ്പിജനറ്റിക്സ് പ്രസക്തമാകുന്നത്. കാരണം DNA എന്ന് പറയുന്നത് കാര്യം ഈ പരമ്പരയെ കുറിച്ച് പറയുന്നതാണ്, പരമ്പരയുടെ തീരുമാനമാണെങ്കിലും ജീവൻ എന്ന് പറയുന്നത് ആദി ഘടമാണ്, ആദി രൂപമാണ്, ആദി പ്രവർത്തന പദ്ധതിയാണ്, സ്വയം പ്രവർത്തന സംവിധാനം. ഈ സ്വയം പ്രവർത്തന സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല ശരീരം അനുവദിക്കുക. ഗുരുനിയമം എന്ന് പറയുന്നുണ്ടല്ലോ, ലഘുനിയമം ഗുരുനിയമം ഉണ്ടല്ലോ. ലഘുനിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്, ലഘുനിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഗുരുനിയമം പാലിക്കപ്പെടും. അതുപോലെ ജനിതക പ്രവർത്തനങ്ങൾ, ജനിതക സ്വാധീനത്താൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അവയ്ക്കനുസരിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത് ശരിയാണ്. അവിടെ ശരിയായ ജീവനെ പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ ജീവന്റെ നിയമങ്ങൾ പ്രവർത്തിക്കും, പിന്നെ DNA നിയമങ്ങൾ പ്രവർത്തിക്കില്ല. ഈ സാധനയുടെ കാര്യം വരുമ്പോൾ നമ്മൾ മനുഷ്യന്റെ വ്യാവഹാരിക ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഒരുപാട് ബദ്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അവിടെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. അതിന് ആത്മീയ സ്വാധീനം എന്ന രീതിയിൽ നമ്മൾ പലതിന്റെയും സ്വാധീനം, നക്ഷത്രങ്ങളുടെ സ്വാധീനം, പിന്നെ ദേവതകളുടെ സ്വാധീനം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസങ്ങളുടെ സ്വാധീനം ഉണ്ടെന്ന് പറയാറുണ്ട്. സാധകനെ ഇത് ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? സാധകൻ ജൈവതയുടെ ശരിയായ വഴിയിലൂടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ജീവൻ, അടിസ്ഥാനപരമായ ജീവൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ ഭാഷ പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഈശ്വരീയം എന്ന് പറയുന്നത് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അവിടെയാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നതിന്റെ പ്രസക്തി. എപ്പിജനറ്റിക്സ് എപ്പോഴും ജൈവത എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് ഈ കാര്യത്തെ മാറ്റലാണ്. അപ്പോ ജീവിത സാഹചര്യങ്ങളിലോ ജീവിത പശ്ചാത്തലത്തിലൂടെ ഏറ്റവും നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അതിനനുസരിച്ച് ജനിതക സ്വാധീനം ഉണ്ടാകുമ്പോൾ പോലും, ജനിതകമായിട്ടുള്ള പ്രോഗ്രാമിംഗ് നിർണയം ഉണ്ടാകുമ്പോൾ പോലും അതിനെ അതിജീവിച്ച് ശരീരത്തെ നിലനിർത്തുന്ന രീതിയിലേക്ക്, ജൈവികതയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് നമ്മളെ കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനിതക സ്വാധീനത്തിന്റെ പേരിൽ വെറുതെ പഴിചാരുകയും അതാണ് എന്റെ വിധി എന്ന് വിചാരിക്കുകയും വേണ്ട. നിങ്ങളുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ ജനിതക സ്വാധീനത്തിന്റെയും അപ്പുറത്തേക്ക് കടക്കാൻ കഴിയും എന്ന് എപ്പിജനറ്റിക്സ് പറയുന്നു. ഇത് പ്രയോഗിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിന് നമ്മൾ ആധുനിക സാഹചര്യങ്ങളുടെ വ്യവഹാരങ്ങളിൽ നിന്നും പെട്ടുപോകാതെ ജീവിതത്തെ, ഭക്ഷണ രീതിയെ, ഏറ്റവും ചുരുങ്ങിയ ഭക്ഷണ രീതിയെ, ജീവിത ശൈലിയെ, മാനസികാവസ്ഥയെ ഏറ്റവും ശാന്തമായ അവസ്ഥയിൽ, ശരിയായ ജൈവാവസ്ഥയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രകൃതി ജീവനം നമുക്ക് തരുന്ന കാര്യം. അപ്പൊ പ്രകൃതി ജീവനത്തിന്റെ ഭക്ഷണ രീതി, വൈകാരിക ബുദ്ധിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, യോഗിക് പ്രാക്ടീസിലൂടെ നമ്മുടെ ശാരീരിക ധർമ്മങ്ങളെ ശരിയായി കൊണ്ടുപോകുന്ന രീതി, പ്രാണായാമത്തിലൂടെ ശരീരത്തിന്റെ ഊർജവിനിമയ സംവിധാനത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന രീതി, ഈ രീതികളെല്ലാം ഫോളോ ചെയ്യുന്ന സമയത്ത് എപ്പിജനറ്റിക്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ജനിതകതയുടെ മുകളിൽ ഇത് ജൈവതയുടെ സ്വാധീനം നിലനിർത്തി ഈ കാര്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുകയും ചെയ്യും, ജീവിതത്തെ ശരിയാമിതം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ജനിതക സ്വാധീനത്തിന്റെ പേരും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. പ്രകൃതി ജീവനം അനുഷ്ഠിച്ചാൽ മതി. ജനിതക സ്വാധീനത്തിനും അപ്പുറത്തേക്ക് ജൈവതയുടെ വഴിയിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ ബോധ്യത്തിലായിരിക്കാൻ, ഈ വിശ്വാസത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.